അന്നാത് ഭവന്തി ഭൂതാനി പർജന്യോ തന്ന സംഭവാത് യജ്ഞാത് ഭവതി പർജന്യോ യജ്ഞാത് കർമ്മസമുദ്ഭവാത്. ഇവിടെ പറയുന്നത് എല്ലാ ജീവജാലങ്ങളും ധാന്യങ്ങൾ കൊണ്ട് ജീവിക്കുന്നു. അതാകട്ടെ മഴ മൂലമുണ്ടാകുന്നു. മഴ യജ്ഞത്തിൽ നിന്നുണ്ടാകുന്നു. യജ്ഞങ്ങൾ വിധിപ്രകാരമുള്ള കർമ്മങ്ങളിൽ നിന്നും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരാൾക്കും ആഹാരം അന്നം കഴിക്കാതെ ആർക്കും തന്നെ ജീവിക്കാൻ സാധിക്കില്ല. ഒരു ജീവാത്മാവിനും പറ്റില്ല. കാരണം ഇന്ദ്രിയങ്ങളുള്ളതുകൊണ്ട്, ആ ശരീരമുള്ളതുകൊണ്ട്, ആ ശരീരം നിലനിൽക്കണമെങ്കിൽ എന്ത് വേണം? ആഹാരം വേണം, അന്നം വേണം. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് എല്ലാ ജീവജാലങ്ങളും ധാന്യങ്ങൾ കൊണ്ട് ജീവിക്കുന്നു. അപ്പോൾ എന്താ വേണ്ടത്? ധാന്യങ്ങൾ വേണം. ധാന്യങ്ങൾ ഉണ്ടാകണമെങ്കിൽ അതിനെന്ത് ചെയ്യണം? മഴ വേണം. വെള്ളമില്ലെങ്കിൽ ഉണ്ടാകുമോ? ഒരു ജീവജാലങ്ങളും വെള്ളമില്ലാതെ ജീവിക്കാൻ സാധിക്കില്ല. തീർച്ചയായും വെള്ളം വേണം, അല്ലേ? അപ്പോൾ അതുകൊണ്ട് അതാകട്ടെ മഴ മൂലമുണ്ടാകുന്നു. മഴ എങ്ങനെയുണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ മഴ യജ്ഞത്തിൽ നിന്നുണ്ടാകുന്നു. അപ്പോൾ മഴ ഉണ്ടാകണമെങ്കിൽ എന്തുണ്ടാകണം? ഒരു രാജ്യത്ത് യജ്ഞങ്ങളുണ്ടാകണം. യജ്ഞമില്ലാത്ത സ്ഥലത്ത് എന്തുണ്ടാകില്ല? മഴ ഉണ്ടാകില്ല, ഉറപ്പാണ്. അപ്പോൾ ചില കൺട്രീസിൽ, ഇപ്പോൾ സൊമാലിയ പോലത്തെ രാജ്യങ്ങളിലൊക്കെ നമ്മൾ നോക്കും, അവർക്ക് യജ്ഞങ്ങളില്ല അവിടെ, അല്ലേ? മരുഭൂമി എന്ന് പറഞ്ഞാൽ യജ്ഞങ്ങളില്ലാത്ത സ്ഥലമാണ്. പക്ഷേ അവിടെ എന്തെങ്കിലും പലതരത്തിൽ കൃഷ്ണാബോധം മാത്രമല്ല, ഓരോ സ്ഥലത്തിലും വ്യത്യസ്തമായ രീതിയിൽ ഭഗവാനെ ആരാധിക്കുന്നുണ്ട്. ചിലർ ക്രിസ്ത്യൻസ് അവർ ആരാധിക്കുന്നുണ്ട്, മുസ്ലിംസ് ആരാധിക്കുന്നുണ്ട്. എന്തായാലും അവർ ആരാധിക്കുന്നുണ്ട്? ദൈവത്തിനെ ആരാധിക്കും. ദൈവത്തിൻ്റെ വ്യത്യസ്തമായ രൂപത്തിൽ അവർ ആരാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എല്ലാ സ്ഥലത്തും എന്ത് പെയ്യുന്നത്? മഴ പെയ്യുന്നത്. അപ്പോൾ എവിടെയാണോ ആരാധന ഇല്ലാതാകുന്നു അവിടെ എന്തില്ലാതെയാകും? മഴയില്ല. അപ്പോൾ ഇവിടെ അടുത്തത് പറയുന്നുണ്ട് യജ്ഞങ്ങൾ എങ്ങനെയാണ്? യജ്ഞങ്ങൾ വിധിപ്രകാരമുള്ള കർമ്മങ്ങളിൽ നിന്നും. അപ്പോൾ ഓരോരുത്തരും എന്ത് ചെയ്യണം? യജ്ഞം ചെയ്യണം എന്ന് നിർബന്ധമായിട്ട് അവരവരുടെ കർമ്മം അനുസരിച്ച് എന്ത് ചെയ്യണമെന്ന് പറയുന്നു? യജ്ഞം ചെയ്യണം എന്ന് പറയുന്നുണ്ട്. കേരളത്തിൽ എത്ര നദിയാണ് ഉള്ളത്? 44 നദികളുണ്ട്. പക്ഷേ ഇപ്പോൾ പലതിലും വെള്ളമില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ ഭാരതത്തിൽ കേരളത്തിലാണ് നദികൾ കൂടുതൽ, വെള്ളം ഏറ്റവും കൂടുതൽ കേരളത്തിലാണ്. പക്ഷേ ഇന്ന് നമ്മൾ പലയിടത്തും വെള്ളമില്ലാതെ ആൾക്കാർ തമ്മിൽ കൊണ്ടുപോകുന്ന ലോറിയിൽ കൊണ്ടുപോകുന്ന വെള്ളത്തിന് വേണ്ടി അടിയിട്ടു. ഇതൊക്കെ തമിഴ്നാട്ടിലും ആന്ധ്രയിലൊക്കെ പണ്ട് തൊട്ടേ നടക്കുന്ന ഒരു സംഭവമാണ്. പക്ഷേ ഇപ്പോൾ കേരളത്തിൽ അത് സംഭവിച്ചു തുടങ്ങി, അല്ലേ? ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്ത് അവർക്ക് വെള്ളം കൊടുക്കാതെ കൊണ്ടുപോയി എന്ന് നാട്ടിൽ ഭയങ്കര അടിയായിട്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? വെള്ളമില്ല. വെള്ളമില്ലാത്തതിൻ്റെ കാരണം എന്താണ്? ഈശ്വരാബോധം ഇല്ലാതെയാകുന്നു. അപ്പോൾ അതുകൊണ്ട് തനിയെ വെള്ളം വറ്റിത്തുടങ്ങും. തമിഴ്നാട്ടിലൊരു നദിയുണ്ട്, അതായത് നാഗർകോവിലിൻ്റെ അടുത്ത്. അവിടെയൊക്കെ നല്ല വെള്ളമുള്ള സ്ഥലമാണ്. പക്ഷെ എന്നിരുന്നാലും ആ നദി, ആ അമ്പലം എന്താ പറയുക, നാങ്കിനേരി, നമ്പിക്കോയിൽ എന്ന് പറയും. നാങ്കിനേരിക്ക് മുന്നിൽ ഇനിയൊരു ദിവ്യദേശമുണ്ട്. ഈ ദിവ്യദേശത്തിൽ ഏറ്റവും മേലെ ഭഗവാൻ ഇരിക്കുന്നു. അവിടെ നിന്ന് ഒരു അരുവി ഇങ്ങനെ വെള്ളച്ചാട്ടം ഇങ്ങനെ വരുന്നുണ്ട്. ഈ വെള്ളച്ചാട്ടം വന്നിട്ട് ഗ്രാമത്തിൽ മുഴുവനും കൃഷിക്ക് വെള്ളം പോകുന്നതാണ്. പക്ഷേ ഇപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് ആ അമ്പലം, ആ മല പർവ്വതം തീരുന്നത് ആ എൻഡിലും വെള്ളം നിൽക്കും. അത് കഴിഞ്ഞ് വെള്ളം പോകുന്നില്ല. അപ്പോൾ അവിടുത്തെ പൂജാരി പറയാണ്, ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാത്രം ഭഗവാനുള്ള വെള്ളം വന്നുകൊണ്ടിരിക്കുന്നു, അതിനപ്പുറം പോകുന്നില്ല. അപ്പോൾ എന്താ സംഭവിച്ചത്? ഒരു കാലത്ത് അവിടുത്തെ ഇപ്പോൾ കൃഷിയെല്ലാം വരണ്ട് വെള്ളമില്ലാതെ അവിടെ കൃഷിയൊന്നും ഇല്ലാത്തൊരവസ്ഥയിലാണ് ഇരിക്കുന്നത്. ജനങ്ങളെല്ലാം പല സ്ഥലത്തും തമിഴ്നാട്ടിൽ പല സ്ഥലത്തും വെള്ളമില്ലാത്തത് കൊണ്ട് ആൾക്കാർ ഒരു സ്ഥലം വിട്ട് വേറെ സ്ഥലത്ത് പോകണം. ഒരു പണിയുമില്ല, കൺസ്ട്രക്ഷൻ പണി നടക്കുന്നില്ല. എന്തുകൊണ്ട്? വെള്ളം ഉണ്ടെങ്കിൽ കൺസ്ട്രക്ഷൻ നടക്കത്തുള്ളൂ. കുളിക്കാനും ഇല്ല. പിന്നെ അവരെങ്ങനെ കൺസ്ട്രക്ഷന് വെള്ളം കൊടുക്കില്ല. അപ്പോൾ അങ്ങനെ പല സ്ഥലത്തും ആളുകൾ എന്ത് ചെയ്യുന്നു? ഒരു സ്ഥലം വിട്ട് വേറൊരു സ്ഥലത്ത് പോകുന്നു. ബാംഗ്ലൂരിൽ വെള്ളമില്ല. ബാംഗ്ലൂരിലൊക്കെ വലിയ പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ വെള്ളമില്ലാതെ ആയത്? പ്രത്യേകിച്ച് യജ്ഞം ചെയ്യുന്നില്ല, ആരും ഭഗവാന്റെ നാമം ജപിക്കുന്നില്ല. അപ്പോൾ കുറച്ച് കാലത്ത് മുമ്പ് ട്രിച്ചിയിലൊരു പ്രഭു ഉണ്ടായിരുന്നു. ആ പ്രഭു എന്ത് ചെയ്യുച്ചാൽ അവിടെ മഴയില്ലാത്തപ്പോൾ അദ്ദേഹം ഇത് വായിച്ചിട്ട് പറഞ്ഞു, തീർച്ചയായും ഭഗവത്ഗീതയിൽ പറഞ്ഞാൽ സത്യമാണ്. എവിടെ നാമസങ്കീർത്തനം, കലിയുഗത്തിലെ യജ്ഞം എന്താണ്? നാമസങ്കീർത്തനം ചെയ്താൽ തീർച്ചയായും എന്തുണ്ടാകും? മഴയുണ്ടാകും എന്ന് പറഞ്ഞിട്ട് ആ ഡിവോട്ടി എല്ലാം, അന്നത്തെ കോൺഗ്രിഗേഷൻ എല്ലാം വിളിച്ചു പറഞ്ഞു. അവരെല്ലാം അടുത്തുള്ള വീട്ടുകാരടുത്തൊക്കെ അറിയിച്ചു. കാരണം അവർക്ക് വേറെ നിവർത്തിയില്ല. ശരി, ഭഗവാന്റെ നാമമെങ്കിലും ജപിക്കാമെന്ന് പറഞ്ഞിട്ട് അവരെല്ലാം ആ നഗരകീർത്തനം ചെയ്തു വന്നു. അന്ന് വൈകുന്നേരം മഴ പെയ്തു.
ഒരു വർഷം മഴ പെയ്യാതെ ഇരുന്നിട്ട് ആൾക്കാരെല്ലാം സ്ഥലം വിട്ട് പോയ അവസ്ഥയിലിരുന്നപ്പോൾ അന്ന് വൈകുന്നേരം മഴ പെയ്തു. എല്ലാവർക്കും ഭയങ്കര വിശ്വാസം. അതിനുശേഷം ഇസ്കോണിലെ ആൾ കൂടി. അപ്പോൾ ശരിക്കും ആ നാമസങ്കീർത്തനം അത്ര എഫക്റ്റ് ഉണ്ട്. നാമസങ്കീർത്തനം എവിടെ നടക്കുന്നോ, ഭഗവാന്റെ പൂജ, വിഗ്രഹാരാധന എവിടെ നടക്കുന്നോ അവിടെ എന്തുണ്ടാവും? മഴ തീർച്ചയായും ഉണ്ടാകും. അപ്പോൾ ഇത് ആരാ പറഞ്ഞിരിക്കുന്നത്? ഭഗവാൻ നേരിട്ട് പറഞ്ഞ കാര്യമാണ്, വേറെ ആരും പറഞ്ഞതല്ല, ഭഗവാൻ തന്നെ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ഓരോ ജീവാത്മാക്കളും നമ്മൾ ജനിക്കുമ്പോൾ നമ്മൾ ആർക്ക് കടപ്പെട്ടവരാണ്? നമ്മൾ ഭഗവാന് കടപ്പെട്ടവരാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാനെ മറക്കാതെ നന്ദി പ്രകടിപ്പിക്കണം. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ അതിന് വേണ്ടിയിട്ട് യജ്ഞം ചെയ്യണം. അപ്പോൾ ഇന്ന് എന്ത് ദിവസമാണ്? വിഷുവാണ്. അപ്പോൾ വിഷുക്ക് നമ്മൾ എന്താ ചെയ്യേണ്ടത്? വീട്ടിൽ നന്നായിട്ട് സദ്യ കഴിച്ചിട്ട് ടി വിയും കണ്ടിട്ട് ഉറങ്ങുക, അല്ലേ? അതാണ് ചെയ്യുന്നത്. പലരും അത് തന്നെ ചെയ്തിരിക്കും. ഇവിടെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ വേണ്ട നമുക്ക് അവിടെ പോയിട്ട് സത്സംഗത്തിൽ അറ്റൻഡ് ചെയ്യാമെന്ന് പറഞ്ഞ് വന്നത്. അതെ, ഫിലിം സ്റ്റാർസിൻ്റെ ഇൻ്റർവ്യൂ, ഇന്ന് പല സ്പെഷ്യൽ പ്രോഗ്രാമൊക്കെ കാണും. എല്ലാം കണ്ടിട്ട് പുതിയ ഫിലിം ഉണ്ടാവും അല്ലേ? കാണും, അറിയില്ല, ടി വി ഇല്ല, രക്ഷപ്പെട്ടു അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആൾക്കാർ പ്രോഗ്രാമും കണ്ടിട്ട് എന്ത് ചെയ്യും വെച്ചാൽ ഭഗവാനെ മറന്നിട്ടിരിക്കും. ഓരോ ഉത്സവവും ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട ഉത്സവങ്ങളാണ്. അപ്പോൾ അവിടെ ആരെ ഓർക്കണം? നമ്മൾ യഥാർത്ഥത്തിൽ ഭഗവാനെ ഓർക്കണം. അപ്പോൾ കേരളത്തിൽ വിഷു ആരുമായിട്ട് ബന്ധപ്പെട്ട ഉത്സവമാണ്? ഭഗവാൻ വിഷ്ണുവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. വിഷു എന്ന് പറഞ്ഞാൽ എന്താണ്? വിഷ്ണു എന്നാണ്. അപ്പോൾ വിഷു പൂജ എന്ന് പറഞ്ഞാൽ വിഷ്ണു പൂജ. അപ്പോൾ എന്തിനാണ് വിഷുവിന് നമ്മളിങ്ങനെ പഴങ്ങളും ഫ്രൂട്ട്സും എല്ലാം വെച്ച് ഡെക്കറേറ്റ് ചെയ്യുന്നത്? എന്തിനാണ്? കണി വയ്ക്കുന്നത് എന്തിനാണ്? ഭഗവാനെ നേദിക്കുന്നതിനാണ്. അതായത് മേടമാസത്തിൽ ഈ കൊയ്ത്ത് കൃഷിയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഹാർവെസ്റ്റ് ചെയ്യും. ഈ ഹാർവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം ഫസ്റ്റ് ഹാർവെസ്റ്റ് ആർക്കാണ് സമർപ്പിക്കുന്നത്? ഭഗവാന് സമർപ്പിക്കും. ഇപ്പോൾ മാങ്ങയുണ്ടാവും, ചക്കയുണ്ടാവും, അല്ലേ? പിന്നെ എന്തൊക്കെ ഈ സമയത്തിൽ സമ്മർ സീസണിൽ എല്ലാം ഉണ്ടാവും. നെല്ല് ഇപ്പോൾ കൊയ്ത്ത് ചെയ്യുന്ന സമയമാണ്. ഇതെല്ലാം കൊണ്ട് ആർക്കാണ് കൊടുക്കുന്നത്? ഫസ്റ്റായിട്ട് ഭഗവാൻ വിഷ്ണുവിന് സമർപ്പിക്കുകയാണ്. അപ്പോൾ വിഷ്ണുവിന് സമർപ്പിച്ചു കഴിഞ്ഞാൽ വിഷ്ണുവിടെ അനുഗ്രഹം കൊണ്ട് ഇനിയും നമുക്ക് സമ്പത്ത് ഉണ്ടാകും, ഐശ്വര്യങ്ങളുണ്ടാകും. അതിന് വേണ്ടിയിട്ടാണ് അത് കൊടുക്കുന്നത്. അപ്പോൾ വീട്ടിലെന്ത് ചെയ്യും? ആൾക്കാർക്കെല്ലാം, വീട്ടിലുള്ളവർക്കെല്ലാം കൈനീട്ടം കൊടുക്കും. എന്താണ്? സന്തോഷം കൊണ്ട് എല്ലാവരും ഹാപ്പി ആവണം. ഒരു കൈനീട്ടം കിട്ടുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കും, വലിയവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അതുകൊണ്ട് ആ ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് ഇരിക്കണം. ആ ഒരു ദിവസം ഭഗവാന്റെ അനുഗ്രഹം കിട്ടണം എന്ന് പറഞ്ഞ് എല്ലാവരും എവിടെ പോകും കണി കാണാനായിട്ട്? അമ്പലത്തിൽ വെളുപ്പാ രാവിലെ. ഗുരുവായൂരിൽ ഇന്നലെ രാത്രി തൊട്ടേ ആൾക്കാർ നിൽക്കി, ഇതുവരെയും തിരിച്ചു വന്നില്ല പോയവർ. ഇന്നലെ രാത്രി എത്ര മണിക്ക്? 9 മണിക്ക് പോയവരാണ്, ഞാൻ വരുന്നവരെ വന്നില്ല അവർ തിരിച്ച്. അപ്പോൾ അത്രയും ക്രൗഡാണ്. എന്നിട്ടും അവർ ആരെ കാണാൻ പോയി നിൽക്കുകയാണ്? ഇതിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല. ആരെയാണ് ശരണം പ്രാപിക്കേണ്ടതെന്ന് ചോദിച്ചാൽ അതറിയില്ല. നമ്മളെ തന്നെ ആരാധിക്കണം, നമ്മൾ തന്നെ ഈശ്വരൻ, ഞാൻ തന്നെ ഈശ്വരൻ, നീ തന്നെ ഈശ്വരൻ എന്നൊക്കെ പറഞ്ഞ് പല ഫിലോസഫിയും സംസാരിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ എന്താ ചെയ്യേണ്ടത്? യഥാർത്ഥത്തിൽ എന്ത് ചെയ്യണമായിരുന്നു? ഭഗവത്ഗീതയ്ക്കകത്ത് കൃഷ്ണൻ എന്ത് പറയുന്നുണ്ട്? സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ, അല്ലേ? അങ്ങനെയാണ്, എന്നെ ശരണം പ്രാപിക്കൂ എന്ന് പറയുന്നുണ്ട്, അല്ലേ? അഹം ത്വാം സർവ്വപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചക, എല്ലാ പാവങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മോക്ഷം തരാം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആരെ ആരാധിക്കണം? ഭഗവാനെ. മാം അനുസ്മര യുദ്ധച്ച എന്ന് പറയുന്നുണ്ട്, എന്നെ അനുസ്മരിക്കൂ, ജോലി ചെയ്യൂ എന്ന് പറഞ്ഞു, അല്ലേ? സതതം കീർത്തയന്തോ മാം, എന്നെ എപ്പോഴും കീർത്തിക്കൂ എന്ന് ഭഗവാൻ പറയുന്നു. അപ്പോൾ ഭഗവത്ഗീതയിൽ മുഴുവനും ഭഗവാനെ ആരാധിക്കാൻ പറയുന്നു, ഭഗവാനെ സ്മരിക്കാൻ പറയുന്നു, ഭഗവാന്റെ നാമകീർത്തനം ചെയ്യാൻ പറയുന്നു. അതാണ് വേദം. അതുകൊണ്ടാണ് ശങ്കരാചാര്യർ പറഞ്ഞത് ഏകം ശാസ്ത്രം ദേവകീ പുത്രഗീതം, ഒരു ശാസ്ത്രം പഠിച്ചാൽ മതി, ദേവകീ പുത്രഗീതം മതി എന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ കേരളത്തിൽ എല്ലാവർക്കും ഭഗവത്ഗീത അറിയാം, എല്ലാവർക്കും ഉപനിഷത്ത് അറിയാം, പുരാണങ്ങളറിയാം. പക്ഷെ ആരാണ് പരമപുരുഷനെന്ന് ചോദിച്ചാൽ അറിയില്ല. അറിയോ? ചോദിച്ചു നോക്കൂ പോയിട്ട്, ആരെയാണ് ആരാധിക്കേണ്ടത്, ആരാണ് പരമപുരുഷൻ എന്ന് ചോദിച്ചാൽ അവർക്കറിയില്ല. എല്ലാം ഒന്ന് തന്നെ, എല്ലാം ഒന്ന് തന്നെ, ഞാനും അത് തന്നെ എന്നൊക്കെ പറയും. അപ്പോൾ ഇവരെല്ലാം മാപ്പ് അപേക്ഷിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ഇതും കൊടുത്തു, ശാപവും കൊടുത്തു. അപ്പോൾ അവർ പറയും പരശുരാമൻ്റെ അടുത്ത് മാപ്പാക്കണം, അറിയാതെ ഞങ്ങൾ ചെയ്യും, ഇതിന് പ്രായശ്ചിത്തം എന്താണെന്ന് ചോദിക്കും. അപ്പോൾ പറയും നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ സമ്പത്തെല്ലാം കൂട്ടിയിട്ട്
എന്താണ് ഈ വിളവുകളും കാര്യങ്ങളും പുതിയതായിട്ട് വരുന്ന കൾട്ടിവേഷനിൽ കിട്ടുന്ന ഫ്രൂട്ട്സും വെജിറ്റബിൾസും മിനറൽസും പിന്നെന്താണ് ഡയമണ്ട്സും ഇതെല്ലാം എന്തൊക്കെയാണോ ഈ നാച്ചുറലി കിട്ടുന്നോ അതെല്ലാം ഭഗവാൻ വിഷ്ണുവിന് സമർപ്പിക്കാൻ പറയും. ആ മാസത്തിൽ ആദ്യത്തെ ഇത് വിഷു മാസത്തിൽ ആ ഭഗവാൻ വിഷ്ണുവിന് സമർപ്പിക്കുക. അങ്ങനെ വിഷ്ണു പ്രീതിപ്പെട്ടാൽ, നിങ്ങൾ കൃഷ്ണാവബോധത്തിലായാൽ നിങ്ങൾക്ക് എല്ലാ ഐശ്വര്യങ്ങളും സമ്പത്തും ഉണ്ടാകും എന്ന് പരശുരാമൻ തിരിച്ചു പറഞ്ഞു. അതുകൊണ്ടാണ് കേരളത്തിലുള്ളവരെന്ത് ചെയ്യുന്നു, വിഷ്ണുവിനെ മറക്കാതിരിക്കാൻ വേണ്ടി വിഷ്ണു പൂജ ചെയ്യുന്നു. പക്ഷെ കലിയുഗമായതുകൊണ്ട് എന്താ സംഭവിച്ചത്? ഇപ്പോൾ കഥയറിയില്ല, ഒന്നും അറിയില്ല, രാവിലെ പോവുക, അത് പഠിച്ചുപോയി അല്ലേ. അതായത് പണ്ട് ഒരു യജ്ഞം നടത്തി, വലിയൊരു മഹായജ്ഞം നടത്തി. അപ്പോൾ ശിഷ്യന്മാർ ഒരു 5-6 ശിഷ്യന്മാരുണ്ട്. ഈ ശിഷ്യന്മാരെ വെച്ചിട്ടാണ് യജ്ഞം നടത്തുന്നത്. അപ്പോൾ ഈ യജ്ഞം എങ്ങനെ ചെയ്യണം എന്ന് ഈ ഗോത്രി പഠിപ്പിച്ചു കൊടുക്കുകയാണ്, ഈ പുരോഹിതൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. പഠിപ്പിച്ചു കൊടുക്കുന്ന അതേ സമയത്ത് ഒരു പൂച്ച അങ്ങോട്ട് ഓടും. ഉടനെ പെട്ടെന്നൊരു കൊട്ട എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞിട്ട് ആ കൊട്ടയിട്ട് ടക്കനെ പൂച്ചയെ അങ്ങ് മൂടിയിട്ടിട്ട് യജ്ഞമെല്ലാം ചെയ്തു. അപ്പോൾ അപ്പുറത്തിരിക്കുന്ന ശിഷ്യന്മാരെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് യജ്ഞം എങ്ങനെ ഒരുക്കി, എന്ത് ചെയ്യണം, യജ്ഞം ചെയ്യണം എന്നെല്ലാം പഠിപ്പിച്ചു. ഒരു പൂച്ച പോയപ്പോൾ എന്ത് ചെയ്ത് കൊട്ടയിട്ട് അടച്ചു വെച്ചിട്ട് യജ്ഞം ചെയ്ത് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഗുരുവിന് വയ്യാതെയായി. ഗുരു പറഞ്ഞു, നിങ്ങൾ ഇനി യജ്ഞം ചെയ്തോ, നിങ്ങളെല്ലാം പഠിച്ചല്ലോ, ഞാൻ എല്ലാം പഠിപ്പിച്ചു തന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ശിഷ്യന്മാർ ശരി, ഇനി ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ശിഷ്യന്മാർ എല്ലാ കാര്യങ്ങളും ഒരുക്കി. അപ്പോൾ ഒരാൾ പറഞ്ഞു, ഒരു കാര്യം എടുത്തില്ല, പൂച്ചയെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരാൾ പൂച്ച കൊണ്ടുപോയി, ഇനി കൊട്ടയും കൂടെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. എന്തിനാണ്? ആ യജ്ഞത്തിൻ്റെ സൈഡിൽ ഒരു പൂച്ചയെ വെച്ച് കൊട്ടയെ വെച്ച് മറിച്ചു. പക്ഷെ ഗുരു വന്നിട്ട് നോക്കിയപ്പോൾ ഇതെന്തിനാ ഇത് വെച്ചേക്കുന്നു, അതുവരെ അദ്ദേഹം ശ്രദ്ധിച്ചില്ല. ഇതെന്തിനാ ഇങ്ങനെ കൊണ്ട് വെച്ചേക്കുന്നു ചോദിച്ചു. അത് ഗുരു അന്ന് ചെയ്തതാണല്ലോ, പണ്ട് യജ്ഞം ചെയ്തപ്പോൾ കുട്ടയ്ക്കകത്ത് പൂച്ചയെ മൂടി വെച്ചല്ലോ. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, പൂച്ച അശുഭമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്ത് പോകുന്നത്, അത് അങ്ങോട്ടും ഇങ്ങോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അടച്ചു വെച്ചത്. പക്ഷെ അതുവേണ്ടി ഇങ്ങനെ കൊണ്ടുവയ്ക്കണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ പലപ്പോഴും നമ്മൾ എന്താ ചെയ്യുന്നു, എന്ത് ആചാരമാണ് ചെയ്യുന്നു എന്ന് പോലും അറിയാതെ ആരോ കാണിച്ചു തന്നു എന്ന് പറഞ്ഞ് അങ്ങനെ ഫോളോ ചെയ്യുന്നു. ഇതിൻ്റെ മീനിങ് നമുക്കറിയില്ല. അപ്പോൾ ഏതൊരു ഉത്സവമായിരുന്നാലും ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട ഉത്സവത്തിൽ ഭഗവാനെക്കുറിച്ച് കേൾക്കണം. ചിലപ്പോൾ കേട്ട കഥയായിരിക്കും, തിരിച്ച് കേൾക്കണം. എന്തിനാണ് കേൾക്കുന്നത്? നമ്മൾ തിരിച്ച് ആ ഹൃദയത്തിനകത്ത് ഈശ്വരൻ്റെ അനുഗ്രഹമുണ്ട്, ഈശ്വരനുണ്ട്. തിരിച്ച് കേൾക്കുമ്പോൾ എവിടെയെങ്കിലും വെച്ച് അത് ഉണരും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ജീവ് ജാഗോ ഗൗരാ ചാന്തേ പോൽ, ഗൗരംഗ നാമൻ ജപിക്കൂ, എപ്പോഴും ഉറങ്ങിക്കൊണ്ടേ ഇരിക്കല്ലേ. തോട്ടാനിത്രമായ പിശാചിത്ത കോരെ എന്ന് പറഞ്ഞത്, അതായത് മായയുടെ മടിയിൽ കിടന്ന് എപ്പോഴും ഉറങ്ങിക്കൊണ്ട് ഭഗവാനെ മറന്നിരിക്കല്ലേ, ഭഗവാനെക്കുറിച്ച് കേൾക്കൂ, ഉണരൂ എന്നാണ് ആചാര്യൻ പാടുന്നത്. അപ്പോൾ നമ്മൾ തിരിച്ച് ഒരേ ഭഗവാന്റെ കഥകൾ കേട്ടാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായി എന്താവും, എവിടെയെങ്കിലും വെച്ച് ഒന്ന് ഭഗവാനെ ഓർമ്മ വരും. അപ്പോൾ ഭഗവാന്റെ കാരുണ്യം നമുക്ക് ലഭിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഏതൊരു ഭാഗവത സപ്താഹത്തിൽ സെയിം കഥയല്ലേ, എല്ലാ വർഷവും നടത്തുന്നില്ലേ അമ്പലത്തിൽ? എന്തിനാണ് നടത്തുന്നത് ഭാഗവത സപ്താഹം? കേട്ട കഥയല്ലേ. രാമായണം മാസം മുഴുവനും വായിക്കുന്നു. എന്തിനാണ് വായിക്കുന്നത്? അറിയാമെന്നുള്ള കഥയല്ലേ, പിന്നെ എന്തിനാണ് വായിക്കുന്നു? അപ്പോൾ തിരിച്ച് കഥയന്തസ്ഥ മാം നിത്യം ദുഷ്യന്തീച്ച രമന്തിച്ച, ഭഗവാന്റെ കഥ ദുഷ്യന്തീച്ച രമന്തിച്ച, സന്തോഷം തരും, പ്രദാനം ചെയ്യും എന്നാണ് പറയുന്നുണ്ട് അല്ലേ. ശൃണ്വതാം സുഗത കൃഷ്ണ പുണ്യശ്രവണ കീർത്തനം ഹൃദയന്തസ്ഥോ ഹി അഭദ്രാണി വിധിനോതി സുധിർസദാം എന്ന് പറയുന്നുണ്ട്. ശൃണ്വതാം കേൾക്കുക, സ്വകഥ അങ്ങയുടെ കഥ, പുണ്യശ്രവണ കീർത്തനം ആ ശ്രവണം, അത് കേൾക്കുന്നത് പുണ്യമാണ് എന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ ഭഗവാന്റെ കീർത്തനം അത് പുണ്യമാണ് എന്ന് പറയുന്നു. അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ പറയും ജന്മ കർമ്മ ഛമേ ദിവ്യം, ഭഗവാന്റെ ജന്മം ഭഗവാന്റെ കർമ്മം അത് ദിവ്യമായതാണ്. നമ്മുടെ കഥയാണെങ്കിൽ നമ്മൾ ഒരു പ്രാവശ്യം ഒരാളുടെ അടുത്ത് എൻ്റെ അങ്ങനെ അവിടെ അത് നടന്നു ഇത് നടന്നു, രണ്ടാമത്തെ പ്രാവശ്യം പറയുമ്പോൾ ഇവർ പകുതി അങ്ങോട്ട് പറയും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം ഇത് നേരത്തെ പറഞ്ഞു എന്ന്. മൂന്നാമത്തെ പ്രാവശ്യം പ്രഭു ഇത് പറഞ്ഞു കേട്ടോ, അത് നേരത്തെ അന്ന് പറഞ്ഞതല്ലേ, കാരണം ഇനി പറയാൻ നമുക്ക് കേൾക്കാനുള്ള മനസ്സില്ല, അതുകൊണ്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. പക്ഷെ ഭഗവാന്റെ കഥ അങ്ങനെയല്ല, തിരിച്ച് കേട്ടാൽ അത് രസമാണ്, ഭയങ്കര രസമാണ്. അതുകൊണ്ടാണ് ശുഗമുനി ആ ഭാഗവത് കഥ പറഞ്ഞപ്പോൾ എല്ലാ ഋഷിമാരും മുനിമാരും ദേവന്മാരും എല്ലാവരും പ്രത്യക്ഷപ്പെട്ടത്. എന്തിനാണ്? ശിവനാണ് പാർവതിക്ക് ഭഗവാനെക്കുറിച്ച് പറഞ്ഞു കൊടുത്തത് അല്ലേ, ഭഗവാന്റെ ചരിതം പറഞ്ഞു കൊടുത്തത്. പക്ഷെ അതേ ശിവൻ വന്നിട്ട് ഇവിടെ ശുഗമുനി പറഞ്ഞപ്പോൾ ഒന്ന് കേൾക്കാനിരുന്നു. എന്തുകൊണ്ട്? ഭഗവാന്റെ കഥ തിരിച്ച് കേൾക്കണം. ശുഗമുനി എവിടെ ഇരിക്കുന്നു, ഭഗവാൻ എവിടെ ഇരിക്കുന്നു?
എന്ന് ചോദിച്ചാൽ രണ്ടുപേര് രണ്ട് എൻഡിലാണ്. അത് ഭഗവാന്റെ അവതാരം തന്നെയാണ് ശിവൻ. ആ ശിവൻ സാധാരണ ഒരു ജീവാത്മാ പറയുമ്പോൾ പോലും അത് ഭഗവത് കഥയായതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ അത് കേൾക്കാനിരുന്നു. അപ്പോൾ ആ ശ്രദ്ധ വേണം. കേൾക്കുമ്പോൾ കേൾക്കുന്നതിലല്ല, ആ ശ്രദ്ധയോടെ കേട്ടാലേ അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാകത്തുള്ളൂ. സോ അതുകൊണ്ട് എപ്പോഴും എല്ലാ ഫെസ്റ്റിവലും നമുക്ക് ഇമ്പോർട്ടൻ്റ്. എങ്ങനെ ആ ഫെസ്റ്റിവൽ ആകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭഗവത് കഥ കേൾക്കുമ്പോഴാണ്. ഭഗവാനെക്കുറിച്ചുള്ള സ്മരണ വരുമ്പോഴും ഭഗവത് നാമം ജപിക്കുമ്പോഴും ഭഗവത് പ്രസാദം കഴിക്കുമ്പോഴുമാണ് ആ ഫെസ്റ്റിവൽ പെർഫെക്റ്റ് ആകുന്നത്. അല്ലെങ്കിൽ ആ ഫെസ്റ്റിവൽ എന്താവില്ല, പൂർണ്ണമാവില്ല. അപ്പോൾ നമ്മളെ ഫെസ്റ്റിവലൊക്കെ എങ്ങനെയാണ്? സദ്യ കഴിക്കുക, അത് ഭഗവാന് കൊടുക്കാതെ കഴിക്കുക, അത് ഹോട്ടലിൽ ഓർഡർ ചെയ്ത് കഴിക്കുക, പിന്നെ TV കാണുക. ഇതെന്ത് ഫെസ്റ്റിവലാണ്? ഇത് ഭഗവാനുമായിട്ട് എവിടെയാണ് റിലേറ്റ് ചെയ്തത്? നമ്മൾ ചെയ്യുന്നില്ല. പക്ഷെ ഭഗവാനുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ ആ ഫെസ്റ്റിവൽ ആഘോഷിക്കണം. ജയ് ജയ് പരശുരാം കി ജയ്, ശില പ്രഭുപാദ് കി ജയ്, ഗൗരവ പ്രേമാനന്ദ ഹരി. എന്തെങ്കിലും സംശയമുണ്ടോ? ക്ഷത്രിയന്മാർ. അതായത് ക്ഷത്രിയന്മാർ കൊന്നു യഥാർത്ഥത്തിൽ, പിന്നെയും ആ വംശമുണ്ടാകും. അതായത് ക്ഷത്രിയനെന്ന് പറയുന്നത് ഒരു ഗുണം കൊണ്ടുണ്ടാകുന്നതാണ്. എന്തു പറയും, ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ എന്നാണ് പറയുന്നത്. 4 വർണ്ണങ്ങളും ഞാനാണ് സൃഷ്ടിച്ചത്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അവരുടെ ഗുണം, അവരുടെ കർമ്മം. ഏത് കർമ്മത്തിലാണ് ജനിച്ചിരിക്കുന്നത്, അവരുടെ ഏത് ഗുണമാണ്. ഇപ്പോൾ ഒരു വ്യക്തി ബ്രാഹ്മണനായിരുന്നാൽ, പരശുരാമൻ ബ്രാഹ്മണനാണ്, പക്ഷേ എന്ത് സ്വഭാവമാണ് കാണിച്ചത്? ക്ഷത്രിയൻ്റെ സ്വഭാവമാണ് കാണിച്ചത്. പക്ഷേ ക്ഷത്രിയനായിരിക്കും, അർജുനൻ ക്ഷത്രിയനാണ്, പക്ഷേ എന്ത് സ്വഭാവമാണ് കാണിച്ചത്? ബ്രാഹ്മണൻ. എന്തുകൊണ്ട്? അതുകൊണ്ടാണ് അർജുനൻ പറഞ്ഞ് ഞാൻ യുദ്ധം ചെയ്യുന്നില്ല കൃഷ്ണ, ഞാൻ ഭിക്ഷ യാചിച്ച് ജീവിക്കാമെന്ന് പറഞ്ഞു. ഒരു ബ്രാഹ്മണനാണ് ഇങ്ങനെ പറയുക, എനിക്ക് പേടിയാണ് കൃഷ്ണ, എനിക്ക് യുദ്ധം ചെയ്യാൻ പറ്റില്ല, ഞാൻ എന്തെങ്കിലും കഴിച്ചിട്ട് വെറുതെ ഇരുന്നോളാം എന്ന് പറയും. അപ്പോൾ അർജുനൻ്റെ നേച്ചർ ആരെ പോലെയായിരുന്നു? ഭക്തനെ പോലെയായിരുന്നു. പക്ഷേ പരശുരാമൻ്റെ നേച്ചർ ആരെ പോലെയായിരുന്നു കാണിച്ചത്? ഒരു ക്ഷത്രിയനെ പോലെയായിരുന്നു കാണിച്ചത്. അപ്പോൾ ഗുണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എപ്പോൾ വേണമെങ്കിലും ആരും ഉണ്ടാകും. ഇങ്ങനെ തന്നെ ഒരു വംശം തീർന്നു പിന്നെ ഉണ്ടായി, അങ്ങനെയല്ല, ഉണ്ടാവില്ല. ഈ 4 വർണ്ണവും സൃഷ്ടിയിൽ മനുഷ്യർക്ക് ഈ 4 വർണ്ണവും ഉണ്ടാകും. അത് ഏത് രാജ്യത്തിൽ, നമ്മൾ വിചാരിക്കും ഇന്ത്യയിൽ മാത്രമാണ് ബ്രാഹ്മണൻ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര ഉണ്ടെന്ന്. അല്ല, ഫോറിനിലുണ്ട്. അപ്പോൾ എങ്ങനെ ഫോറിനിൽ കണ്ടുപിടിക്കാം? ഒരു സയൻറ്റിസ്റ്റ് എന്ന് പറഞ്ഞാൽ അയാൾ ഏത് കാറ്റഗറിയിലാണ് പെടുന്നത്? അയാൾ ബ്രാഹ്മണൻ്റെ കാറ്റഗറി. ഇൻ്റലിജൻ്റാണ്. എങ്ങനെ രാജ്യം ഭരിക്കണം, എങ്ങനെ കാര്യങ്ങളെല്ലാം നടത്തണം എന്നുള്ള കാര്യം ആര് പറയും? ഒരു സയൻറ്റിസ്റ്റ് പറയും. ശരി. ക്ഷത്രിയൻ എന്ന് പറഞ്ഞാൽ മിലിറ്ററിയിലുള്ളവർ, രാജാക്കന്മാർ, അവരെല്ലാം ക്ഷത്രിയരാണ്. വൈശ്യൻ എന്ന് പറഞ്ഞാലോ കുറേ ബിസിനസ് ക്ലാസ് ആൾക്കാരുണ്ട്, അപ്പോൾ ലേബർ ക്ലാസ് ആൾക്കാരുണ്ട്, ശൂദ്രന്മാരുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ശൂദ്രൻ എന്ന് പറഞ്ഞു, അവിടെ ലേബേഴ്സ് എന്ന് പറയും, അല്ലേ? അപ്പോൾ എല്ലായിടത്തും ഈ 4 കാറ്റഗറിയിലുള്ളത് ഉണ്ട്. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത് ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം. ഈ 4 വർണ്ണവും എന്നാൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? ഗുണകർമ്മ വിഭാഗശ, ഗുണത്തിൻ്റെയും കർമ്മത്തിൻ്റെയും അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞു. അതെ, അത് എറ്റേണലാണ്, അതിനെ മാറ്റാൻ പറ്റില്ല, കളയാൻ പറ്റില്ല. സനാതനം എന്ന് പറഞ്ഞാൽ എന്നും എപ്പോഴും ഉണ്ട്, അതിനെ മാറ്റാൻ പറ്റില്ല. ഹരേ കൃഷ്ണ. വഞ്ചാകൽപാതരൂപ്യസ്യ കൃപാസിന്ധൂഭ്യവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവവൃന്ദ കി ജയ്, ശ്രീല പ്രഭുപാദ് കി ജയ്, ഗൗരപ്രേമാനന്ദ ഹരി.